ഇറാനിലെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഭരണകൂടത്തെ താഴെയിറക്കാൻ ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ രഹസ്യ പദ്ധതി പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിലെ 2 മുതിർന്ന ഉദ്യോഗസ്ഥരെ സ്ഥാനത്ത് നിന്ന് നീക്കി. പുതുതായി നിയമിതരായ മൊസാദ് ഡയറക്ടർ റോബൻ ഗോഫ്മാനാണ് നടപടി സ്വീകരിച്ചത്. ഇറാനിൽ ആഭ്യന്തര പ്രക്ഷോഭം സൃഷ്ടിച്ച് ഭരണമാറ്റം കൊണ്ടുവരാനുള്ള തന്ത്രങ്ങൾ മേയുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചവരാണ് ഈ ഉദ്യോഗസ്ഥരെന്ന് ഇസ്രായേലിലെ ചാനൽ 12 റിപ്പോർട്ട് ചെയ്തു. ഇറാനിലെ കുർദിഷ് വിഭാഗങ്ങളെയും മറ്റ് ന്യൂനപക്ഷങ്ങളെയും ഉപയോഗിച്ച് രാജ്യത്തിനകത്ത് വലിയ തോതിലുള്ള കലാപം സൃഷ്ടിക്കലായിരുന്നു മൊസാദ് ലക്ഷ്യമിട്ടിരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. മനു ഭരത് വിവരങ്ങളുമായി ചേരും. മനു, മൊസാദിന്റെ തന്ത്രങ്ങൾ പല മേഖലകളിലാണ്. ഇറാഖിൽ അവർ അത് വിജയകരമായി പല പദ്ധതികളും ആവിഷ്കരിച്ചിരുന്നു. പക്ഷേ ഇറാനിലേക്ക് വരുമ്പോൾ തന്ത്രങ്ങൾ പാളി എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ എന്താണ് സംഭവിച്ചത്? ഇസ്രായേലിന് വലിയ അസ്വസ്ഥത ഉണ്ടാക്കിയിരിക്കുകയാണോ അത്? ഈ യുദ്ധം ഇറാനുമായി തുടങ്ങുന്ന ഒരു ഘട്ടത്തിൽ 2 പദ്ധതികൾ ഉണ്ടായിരുന്നു. ഒന്ന്, ഇറാൻ അകത്ത് തന്നെ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ ഡൊണാൾഡ് ട്രംപിനുണ്ടായിരുന്നു. സ്വാഭാവികമായും അങ്ങനെ ഒരു ആഭ്യന്തര കലാപവും അവിടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയൊക്കെയുള്ള മുറവിളികളും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് അവിടുത്തെ ഭരണകൂടത്തിനെതിരെ നീങ്ങുമെന്ന്, അവിടെ ഒരു ജനാധിപത്യ ഭരണകൂടം വരുമെന്നൊക്കെ ട്രംപ് ആദ്യഘട്ടത്തിൽ പറഞ്ഞു. പക്ഷേ അത് യുദ്ധത്തിൻ്റെ ആ ഒരു ഘട്ടത്തിലും കാണാൻ കഴിഞ്ഞില്ല. രണ്ടാമത്തെ ഒരു പദ്ധതി, അത് ഇസ്രായേൽ പദ്ധതി ഇട്ടത് കുർദുകളുടെ സഹായത്തോടു കൂടിയുള്ള ഒരു നീക്കമായിരുന്നു. ഒരു കുർദിസ്ഥാൻ നീക്കം അങ്ങോട്ടേക്ക് വന്നാൽ ഇറാനെ പിടിച്ചടക്കാം എന്ന ഒരു പദ്ധതി മൊസാദിൻ്റെ സഹായത്തോടു കൂടി നടപ്പിലാക്കിയിരുന്നു. ഏതായാലും അത് നടപ്പിലാക്കുന്നതിൽ വലിയ പാളിച്ച സംഭവിച്ചു എന്നാണ് ഇപ്പോൾ പറയുന്നത്. 100 കണക്കിന് കുർദുകൾ ഈ ആക്രമണം ഇസ്രായേൽ നടത്തുന്നതിന് പുറകെ അവിടെ സംഘടിച്ച് ഇറാനെതിരെ ഒരു പ്രക്ഷോഭത്തിന് തയ്യാറാകും, അല്ലെങ്കിൽ അവരും ഈ വടക്ക് കിഴക്കൻ മേഖലകളിലേക്ക് വന്ന് ആക്രമണം ശക്തിപ്പെടുത്തും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതിൻ്റെ ഫലം ഉണ്ടായില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ ടൈംസ് ഓഫ് ഇസ്രായേലും ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നു. 2 സുപ്രധാനമായ ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. നേരത്തെ അവിടെ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട ഈ മുഹമ്മദ് അഹമ്മദി നിജാദ് എന്ന മുൻ പ്രസിഡന്റിനെ വീണ്ടും ഇറാനിൽ അധികാരത്തിൽ കൊണ്ടുവരാനൊക്കെയുള്ള ഒരു ശ്രമമാണ് ഇതിൻ്റെ ഭാഗമായി അവർ നടത്താൻ പദ്ധതിയിട്ടിരുന്നത്. അതിനുവേണ്ടിയുള്ള ചില കൂടിക്കാഴ്ചകൾ ഈ മൊസാദും ഈ മുൻ പ്രസിഡന്റുമായൊക്കെ നടക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അത് വിജയിച്ചില്ല എന്നാണ് മനസ്സിലാകുന്നത്. അതിനെ തുടർന്നാണ് ഇത്തരം ഒരു നീക്കം ഈ മൊസാദിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. മാത്രവുമല്ല, ഇത് ഇറാനിൽ നേരത്തെ ഒരു വിപ്ലവം അല്ലെങ്കിൽ ഒരു കലാപം ഉണ്ടായിരുന്നത് 2025 ഡിസംബർ മുതൽ 2026 ജനുവരി വരെ ഒരു പ്രക്ഷോഭത്തിനുള്ള ഒരു പദ്ധതി അവിടെ രഹസ്യമായി നടന്നിരുന്നുവെന്ന് ഇറാൻ പറയുന്നുണ്ട്. അത്തരം ഒരു പദ്ധതി കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നതായിരുന്നു ഇസ്രായേൽ ഈ മൊസാദ് ഇവർക്ക് ഏൽപ്പിച്ചിരുന്ന ഒരു ദൗത്യം. പക്ഷേ അതും ഉണ്ടായില്ല. അങ്ങനെ ഒരു ആഭ്യന്തര കലാപവും കുർദുകളുടെ ഒരു നീക്കവും ഇറാനെ കൂടുതൽ ദുർബലപ്പെടുത്തും എന്ന പ്രതീക്ഷയാണ് മൊത്തത്തിൽ താളം തെറ്റിയത്. അപ്പോൾ ഇതിനെ തുടർന്നാണ് ഈ മൊസാദിൽ ഇപ്പോൾ 2 സുപ്രധാനമായ ഉദ്യോഗസ്ഥരെ മാറ്റുന്നതിലേക്കുള്ള നീക്കം ഉണ്ടായിട്ടുള്ളത്. രഞ്ജിത്ത്, തീർച്ചയായും അത് പ്രധാനപ്പെട്ട ഒന്നാണ്. നേരത്തെ മുതൽ തന്നെ ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ഇസ്രായേൽ ശ്രമിച്ചിരുന്നു. അതിനെ മൊസാദിനെ ചുമതലപ്പെടുത്തുന്നു. പക്ഷേ മൊസാദ് അതിൽ പരാജയപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.